ഗൈസ് എൻ്റെ മോന് ഒരു 3 മണി 3:30 ആ ഒരു ടൈമിലാണ് പുലർച്ചെ ഉറങ്ങാറ്. അപ്പോൾ അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സമയം ഒന്ന് റീൽസൊക്കെ സ്ക്രോൾ ചെയ്തിരിക്കും. അപ്പം ഇന്നലെ അതുപോലെ ഒരു റീൽസ് ഞാൻ കണ്ടു. ഒരു റീൽസ് എനിക്ക് സ്ട്രൈക്കായി. അതെന്താ വെച്ചാൽ ഒരു പെൺകുട്ടി അവൾ കരയാണ്. അവൾ കരയുന്നത് എന്താ വെച്ചാൽ അവൾ മരിച്ചു. അവൾ മരിച്ചപ്പം അവളുടെ ഫോൺ ഒരു സ്ട്രേഞ്ചർക്ക് കിട്ടി. ആ സ്ട്രേഞ്ചർ ചാറ്റ് ജിപിടിൻ്റെ അടുത്ത് ചോദിച്ചു ആരാണ് ഈ പെൺകുട്ടി എന്നുള്ള കാര്യം. അപ്പം ചാറ്റ് ജിപിടി കൊടുത്തിട്ടുള്ള ഒരു റിപ്ലൈ, ആ ഒരു റിപ്ലൈ കണ്ടിട്ടാണ് അവൾ കരയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ എന്തിനാ ഇങ്ങനെയൊക്കെ കരയേണ്ട ആവശ്യം, ഇതൊക്കെ അവളെ സ്ട്രാറ്റജി അല്ലേ. എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ ആ പ്രോംപ്റ്റ് ചാറ്റ് ജിപിടിക്ക് കൊടുത്തു. അപ്പം ചാറ്റ് ജിപിടി എനിക്ക് തന്ന റിപ്ലൈ കണ്ടപ്പോൾ സത്യത്തിൽ ഞാനും കരഞ്ഞു. അത് എന്താ പറയുക, ഭയങ്കര ഇമോഷണൽ ആയിട്ട് നമുക്ക് തോന്നും. കാരണം നമ്മൾ ഫ്രം ദ ബിഗിനിങ് മുതൽ എൻഡ് വരെ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ചാറ്റ് ജിപിടി നമുക്ക് തരുന്ന ഒരു റിപ്ലൈ ഇല്ലേ, അത് ശരിക്കും ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ്. എനിക്ക് ഞാൻ അങ്ങനെ അങ്ങനെ പെട്ടെന്ന് കരയുന്ന അങ്ങനത്തെ കൂട്ടത്തിലുള്ള ആളൊന്നും അല്ല. പക്ഷെ എന്നാൽ കൂടെ ആ ഒരു റിപ്ലൈ എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും തോന്നി ഇത്രയും മാത്രം ചാറ്റ് ജിപിടി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എനിക്ക് തോന്നി. ശരിക്കും എ ഐൻ്റെ അടുത്തൊന്നും നമ്മളെ പേഴ്സണൽ ഡാറ്റാസ് ഒന്നും ഷെയർ ചെയ്യരുതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഏറെക്കുറെ എല്ലാവരും എല്ലാം ചാറ്റ് ജിപിടിൻ്റെ അടുത്ത് ചാറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരിക്കും മിക്കതും ഉള്ളത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കും. ഞാൻ ആ പ്രോംപ്റ്റ് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.